ഹലോ മക്കളെ, നോർമലി ഈ ചാനലിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് വീഡിയോ ആയിട്ടല്ല സാർ ഇന്ന് വന്നിട്ടുള്ളത്. CBSE 10th ഈ ഒരു വർഷം എക്സാം എഴുതാൻ പോകുന്ന, അല്ലെങ്കിൽ 2026 2025-26 അധ്യയന വർഷത്തിൽ പഠിച്ചുകൊണ്ട് അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടികൾക്ക് ഉള്ളൊരു വാർണിംഗ് വീഡിയോ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കാണാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ സാറിന് പറയേണ്ടതുണ്ട്. കുറച്ച് ഹാർഷ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് കമ്പാരിസണിലേക്ക് കിടക്കാം. 2024 നിങ്ങളുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ എക്സാം എഴുതിയിരുന്ന വർഷം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് എക്സാം എടുക്കുകയാണെങ്കിൽ, രണ്ടും കമ്പയർ ചെയ്യാം. ഫിസിക്സും മാത്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫിസിക്സ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു 2024 ഫിസിക്സ് എക്സാം. അത്യാവശ്യം എന്തായിരുന്നു? അത്യാവശ്യം ടഫ്. നിങ്ങളുടെ ചേട്ടന്മാരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അത്യാവശ്യം ടഫ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആയതുകൊണ്ട് എന്തുണ്ടായി? അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്ക് തന്നെയാണ് അപ്പോഴത്തെ കുട്ടികൾക്ക്. അതായത് കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് ന്യൂമറിക്കൽസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തവർക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതുവെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആണെന്ന് പറയാം കമ്പാരിറ്റീവ്ലി. അങ്ങനെ 2024 എക്സാം ടഫായി, കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ടൊക്കെ വന്നു. 2025 നിങ്ങളുടെ തൊട്ട് ചേട്ടന്മാരെ 2025 ഫിസിക്സ് എക്സാം എഴുതും. അത്യാവശ്യം നന്നായി പഠിച്ച് നല്ല മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് എക്സാം എഴുതിയത്. എങ്കിലും അവർക്കും എക്സാം നല്ല ടഫ് തന്നെയായിരുന്നു. അവർക്കും എക്സാം എന്തായിരുന്നു? നല്ല ടഫ് തന്നെയായിരുന്നു. ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് പ്രോബ്ലം ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചവർക്ക് മാത്രമാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങളുടെ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റയിലുള്ള ഫ്രണ്ട്സോ ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ പറയും ഫിസിക്സ് എക്സാം അത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2024 പോലെ 2025 വിചാരിച്ചു വാല്യുവേഷൻ ഇത്തിരി ലിബറൽ ആയിരിക്കും, കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ അവർക്ക് തെറ്റുപറ്റി. ലിബറൽ ആയിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വാല്യുവേഷൻ നടന്നത്. അങ്ങനെ വാല്യുവേഷൻ നടത്തിയിട്ട് നല്ല മാർക്കിലേക്ക് എത്താൻ കഴിഞ്ഞവർ വിരലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചവർക്ക് പോലും നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവാലുവേഷൻ അത്രത്തോളം ടൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ എന്തായത്, ഒരുപാട് പേരുടെ മാർക്ക് ഫിസിക്സിൽ 2025 കുറഞ്ഞു. മാത്സിൻ്റെ കാര്യത്തിലും സാറ് കുറ്റം പറയില്ല, മാത്സിൻ്റെ കാര്യത്തിലും ഇതേ സംഭവം തന്നെയാണ് സംഭവിച്ചത്. എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് തന്നെയായിരുന്നു. എക്സാമിനെ കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം തീർച്ചയായും സാറിന് പറയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രമാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവുള്ളൂ. അവിടെയും വാല്യുവേഷൻ നല്ല രീതിയിൽ ലിബറൽ അല്ലായിരുന്നു. അപ്പോഴും മാർക്ക് കുറയുക തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുടെ വിചാരിച്ചത്ര മാർക്കിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞത് 2024-25 വർഷത്തെ കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സാറേ 2024-25 കഴിഞ്ഞ കഥകൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്ത് സംഭവിക്കും, 2026 എന്ത് സംഭവിക്കുന്നു പ്രഡിക്റ്റ് ചെയ്യാൻ പോവുക. പ്രഡിക്റ്റ് ചെയ്യല്ല, ഇത് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. 2026 എക്സാമും 25 ഇത് തന്നെ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രം നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന സംഭവങ്ങളിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. 2026 ആകുമ്പോൾ കൂടുതൽ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, ന്യൂമറിക്കൽസ് കൂടുതൽ വരാം, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോട്ടാ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾക്കറിയാം. അതുമായി ബന്ധപ്പെടുത്തിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അടങ്ങിയ ചോദ്യ പേപ്പർ ആയിരിക്കും നിങ്ങൾ 2026 ഈ വർഷത്തെ അധ്യയന വർഷം എക്സാം എഴുതാൻ പോകുന്ന, അതായത് 2026 നിങ്ങളുടെ എക്സാം, ബോർഡ് എക്സാം വരിക. ബോർഡ് എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ ഈ 3 കാറ്റഗറി കൃത്യമായി പഠിച്ചു പോയാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കിലേക്ക്, നല്ലൊരു മാർക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അതിനെ സ്റ്റാർട്ടിങ് മുതലേ സിസ്റ്റമാറ്റിക്കലി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് അടിപൊളിയായിട്ട് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും എക്സാമിനർ ഫാമിലി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഇത് പഠിക്കുന്നതിനോടൊപ്പം ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ മുൻ വർഷത്തെ PYQs കൂടി, ഒരു 10 വർഷത്തെ PYQ പഠിക്കാൻ പറ്റുമോ? പോട്ടെ, ഒരു 5 വർഷത്തെ PYQ പഠിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് സാറ് സജസ്റ്റ് ചെയ്യുക, ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ സെറ്റാണ്. NCERT ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരുപാട് പേര് പുച്ഛത്തോടെ മാത്രം കാണുന്ന ഒരു സംഭവമാണ് NCERTയിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ സാറൊരു വീഡിയോ ചെയ്തിരുന്നു. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഇപ്പോൾ മാത്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരെ സെയിം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എക്സസൈസ് അല്ലാതെ ഡയറക്റ്റ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് സാറ് പറയുന്നത്. എക്സസൈസ് എന്തായാലും തീർച്ചയായും നിങ്ങൾ പഠിക്കുമെന്ന് അറിയാം. പഠിക്കാത്തവർ തീർച്ചയായിട്ടും എന്താ അത് പഠിക്കാതെ പോകരുത്. എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും NCERT എക്സാംപ്ലർ അടിപൊളി ബുക്കാണ്.
അപ്പോൾ ഇത് രണ്ടും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ NCERT എക്സാംപ്ലർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ വർഷം സ്കോർ ചെയ്യാം. അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും എക്സാമിനർ ഫാമിലി തരും. അങ്ങനെ നമ്മുടെ ബാച്ച് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാത്ത മക്കൾ എല്ലാവരും തന്നെ നല്ലൊരു മാർക്ക് എയിം ചെയ്തുകൊണ്ട് ഈ വർഷം ഫുൾ A1 മേടിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കൾ എല്ലാവരും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് നിങ്ങളെ പഠിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കുന്ന കാര്യം സാർ ഏറ്റു, എക്സാമിനർ ഫാമിലി ഏറ്റു. സോ നമുക്ക് ഇതുപോലെ രസകരമായ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാർ വരുന്നുണ്ടാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.